തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരായ എം വി ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെ വിമർശനം ശക്തം. എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനം എന്ന് തലശ്ശേരി അതിരൂപത. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടത് എന്നും തലശ്ശേരി അതിരൂപത ചോദിക്കുന്നു. എം വി ഗോവിന്ദന്റേത് വീണ്ടുവിചാരമില്ലാത്ത പ്രസ്താവന എന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം ഉയർന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന പദവിയാണ് എന്ന് മറക്കരുതെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. ഗോവിന്ദ മാഷ് ഒരാവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. ആവശ്യത്തിനുള്ള വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറഞ്ഞാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയെ നമ്മൾ നേരിട്ട് അധിക്ഷേപിച്ചാൽ അദ്ദേഹം അതിന് ഉത്തരം പറയും. അതുപോലെ തന്നെ അതിരൂപത, തലശ്ശേരി അതിരൂപതയ്ക്ക് അല്ലെങ്കിൽ കേരള സഭയ്ക്ക് അവരുടെ സ്വതന്ത്രമായ നിലപാടുകളുണ്ട്. അഭിയുന്ന പിതാക്കന്മാർ ആരുടെയും അടിമകളല്ല. ആരുടെയും അനുവാദം അവർക്ക് ആവശ്യമില്ല പൊതുവിഷയങ്ങളിൽ സംസാരിക്കാൻ. ഈ കാര്യത്തിൽ വളരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ 2 സന്യാസിനിമാരുടെ മോചനത്തിന് വേണ്ടി ക്രിയാത്മകമായി ഇടപെട്ടവർക്കൊക്കെ നന്ദി പറഞ്ഞു. ആ കൂട്ടത്തിൽ ഈ BJPയുടെ നേതാക്കന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു. അതിൽ തെറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഇപ്പം ഗോവിന്ദച്ചാമി പറയുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ആ നിലയിലേക്ക് സമുന്നതനായ ഒരു പാർട്ടിയുടെ പൊസിഷനിലിരിക്കുന്ന ഗോവിന്ദൻ മാഷ് സംസാരിക്കാൻ പാടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. സാരംഗ് സുരേഷ് വിശദവിവരങ്ങളുമായി ചേർന്നു. സാരംഗ്, ഗുഡ് മോർണിംഗ്. വളരെ നിശ്ചിതമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഗോവിന്ദച്ചാമിയെയും ഗോവിന്ദൻ മാഷിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു പരാമർശം. എന്താണ് വിശദവിവരങ്ങൾ? മോത്തി, യാതൊരു വീണ്ടുവിചാരവുമില്ലാത്ത ഒരു നിലപാട്, അത്തരത്തിലുള്ള പ്രയോഗമാണ് ഗോവിന്ദൻ മാഷിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് തന്നെയാണ് അതിരൂപതയുടെ നിലപാട്. ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞതാണ് ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരിരുന്ന ഒരു പദവിയാണ് CPMന്റെ പാർട്ടി സെക്രട്ടറി എന്നുള്ള ആ ഒരു സ്ഥാനം. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരായ അനുഭവ സമ്പത്ത് കുറവുള്ള നേതാക്കളൊക്കെ തന്നെ സംസാരിക്കുന്ന രീതിയിലേക്ക് തരംതാണ് പോകുന്ന തരത്തിലുള്ള നിലപാടുകളാണ് MV ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ബിഷപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷത്തിൽ അത്തരത്തിലുള്ള ഒരു മറുപടിയൊന്നും തന്നെ ലഭിച്ചില്ലെങ്കിലും കത്തോലിക്ക കോൺഗ്രസ് അടക്കം അത്തരത്തിൽ പറയുകയാണ്. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് എല്ലാ ഇടപെടലുകൾ നടത്തിയ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും തങ്ങൾ ഒരുപോലെ തന്നെ നന്ദി പറഞ്ഞിരുന്നു, അവരോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതിലൊരു വിഭാഗത്തോട് മാത്രം നന്ദി പ്രകടിപ്പിച്ചത് കൃത്യമായി മുറിച്ചു കൊണ്ടുവന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു നിലപാട് പറഞ്ഞത് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു തങ്ങൾക്ക് തങ്ങളുടേതായ നിലപാട്, സ്വതന്ത്രമായ നിലപാട് എവിടെയും ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട്. അതിന് CPMന് തീട്ടൂരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല മറ്റൊരു മുന്നറിയിപ്പ് കൂടി ഇവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി 3ാമത്തെ സർക്കാർ എന്ന് പറഞ്ഞ് CPM മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ അതൊരു പക്ഷേ അത്തരം സ്വപ്നങ്ങൾക്ക് ഭീഷണിയായി മാറുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അതിരൂപതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു.